ഹായ് ഓൾ, ഞാൻ ഇന്ന് കൗൺസിലിംഗ് സൈക്കോളജി ഇഗ്നോയുടെ 3 പേപ്പേഴ്സിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. ജൂണിൽ എക്സാമാണ്, പക്ഷേ ഞാൻ എഴുതുന്നത് ഡിസംബറിൽ. അപ്പം ഞാൻ പഠിച്ചു തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഈ കൗൺസിലിംഗ് സൈക്കോളജിയിലെ 3 സബ്ജക്ട്സ് എന്ന് പറഞ്ഞിട്ട്, ഒന്ന് കൗൺസിലിംഗ് സൈക്കോളജി, രണ്ടാമത്തേത് അസസ്മെൻറ്റ് ഇൻ കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസ്, പിന്നെ ഇൻ്റർവെൻഷൻസ് ഇൻ സൈക്കോളജി, കൗൺസിലിംഗ് സൈക്കോളജി. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷനുണ്ട്, എന്താണ് ഈ കൗൺസിലിങ്, പിന്നെ ഗൈഡൻസ്, അത് തമ്മിലെന്താ? നമുക്ക് കേൾക്കുമ്പോൾ എല്ലാം ഒരേപോലെ തോന്നും അല്ലേ, ഗൈഡൻസ്, കൗൺസിലിംഗ് എന്നൊക്കെ പറയുന്നത്. ആക്ച്വലി ഈ കൗൺസിലിങ്ങും ഗൈഡൻസും ഏകദേശം ഒരേ അർത്ഥമാണ്. അതായത് ഗൈഡൻസ് എന്ന് പറയുന്നത് വൺ ടൈപ്പ് ഓഫ് കൗൺസിലിംഗ് ആണ്, അല്ലെങ്കിൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത് വൺ ടൈപ്പ് ഓഫ് ഗൈഡൻസ് ആണ്. പക്ഷേ നമ്മൾ പഠിക്കുന്നത് എന്താണ്? സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ആണ്. അപ്പോൾ അതെന്താണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ എന്താണ് ശരിക്കും കൗൺസിലിങ്ങും ഗൈഡൻസും തമ്മിലൊരു വ്യത്യാസം എന്ന് വെച്ചാൽ, നമ്മുടെ ഒരു റിയൽ ലൈഫിൽ പറയുകയാണെങ്കിൽ, ഇപ്പം 10th ക്ലാസ് കഴിയുകയാണ്. 10th ക്ലാസ് കഴിഞ്ഞിട്ട് മിക്ക പിള്ളേർക്കും അവർക്കറിയില്ല എന്താണ് ഈ +1 +2 എന്താണ് +1. ഇപ്പോൾ 11th ക്ലാസ് അല്ലേ, ഓക്കെ, 11th ക്ലാസ്സിൽ ഏത് സ്ട്രീമാണ് ചൂസ് ചെയ്യേണ്ടതെന്ന്. അപ്പം അതിനെ അവരെ ഗൈഡ് ചെയ്യാനായിട്ട് ചില കരിയർ ഗൈഡൻസ് അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ടല്ലോ, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഗൈഡൻസ് അങ്ങനെ കൊടുക്കാറുണ്ട്. നിങ്ങൾ അതെടുത്താൽ നല്ലതായിരിക്കും, അല്ലെങ്കിൽ ഇതെടുത്താൽ നല്ലതായിരിക്കും, അവരുടെ മാർക്സിനെയൊക്കെ ബേസ് ചെയ്തിട്ട് കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ ഒരു റിയൽ ലൈഫിൽ പറയുകയാണെങ്കിൽ, നമ്മളിപ്പം ഒരു സ്ഥലം കാണാൻ പോവാണ്, നമുക്ക് അറിയാൻ വയ്യാത്തൊരു സ്ഥലം, ഓക്കെ, താജ്മഹൽ കാണാൻ പോവാണ്. അപ്പം അതിനകത്ത് നമുക്ക് വഴി അറിയത്തില്ല. അപ്പം നമ്മൾ ചിലപ്പോൾ അവിടെ ചെന്നിട്ട് ഓക്കെ താജ്മഹൽ അപ്പോൾ വഴി അറിയത്തില്ല. അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റോറി എന്താണെന്ന് കറക്റ്റ് അറിയത്തില്ല. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഗൈഡ്സിനെ കിട്ടും. അപ്പോൾ അവർ നമുക്ക് തരുന്നതാണ് ഗൈഡൻസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് പ്രോബ്ലംസ് അല്ല നമുക്കുള്ളത്, നമുക്കൊരു അല്ലെങ്കിൽ നമുക്കൊരു ഉത്തരം വേണം, നെക്സ്റ്റ് എന്താണെന്നുള്ളത്, വാട്ട് ഈസ് നെക്സ്റ്റ്. ശരിക്കും അതാണ് ഗൈഡൻസ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് നെക്സ്റ്റ് അതാണ് ഗൈഡൻസ് എന്ന് പറയുന്നത്. പക്ഷേ കൗൺസിലിംഗ് എന്ന് പറയുമ്പം നമുക്കൊരു പ്രോബ്ലം ഉണ്ട്, ആ ഒരു പ്രോബ്ലം എങ്ങനെ പരിഹരിക്കാം, അതാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ കൗൺസിലിംഗ് സാധാരണ ചിലപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ മുഖമൊക്കെ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായിട്ട് നമ്മുടെ മുഖം ഒരു വല്ലാതിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ അമ്മമാരോ അല്ലെങ്കിൽ നമ്മൾ ക്ലോസ് ആയിട്ടുള്ളവർ നമ്മളത് ചോദിക്കും, എന്ത് പറ്റും. അപ്പോൾ നമ്മൾ പറയാം, നമുക്ക് എന്തെങ്കിലും പറ്റിയ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട്, ഫ്രണ്ടുമായിട്ട് വഴക്കിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ടീച്ചർ വഴക്ക് പറഞ്ഞു. അപ്പോൾ ആ ഒരു ഇപ്പം എല്ലാവരും പറയാം സാരമില്ല പോട്ടെ, അല്ലെങ്കിൽ ഫ്രണ്ടിനെ ഒന്ന് ഫോൺ വിളിച്ച് സംസാരിക്കുക, സോറി പറ. ശരിക്കും അതൊക്കെ കൗൺസിലിംഗ് ആണ്. പക്ഷേ സൈക്കോളജിക്കൽ കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ സൈക്കോളജിക്കലി എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യുന്നു. അപ്പോൾ ഈ സൈക്കോളജിക്കൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഇൻസൈറ്റ് ഉള്ള ആൾക്കാർക്ക് നമ്മൾ കൊടുക്കുന്ന ഗൈഡൻസ് എന്ന് വേണമെങ്കിൽ പറയാം. സൈക്കോളജിക്കലി ഗൈഡൻസ് കൊടുക്കുന്നു, അതൊരു സൈക്കോളജിക്കലി എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് അവരുടെ ഹിസ്റ്ററി എന്താണ്, അല്ലെങ്കിൽ അവർ എന്തുകൊണ്ടാണ് ഈ ഒരു പ്രോബ്ലത്തിൽ വന്നത്, എങ്ങനെയാണ് വന്നത്, അപ്പോൾ അവർ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും, അത് അവരോട് തന്നെ നമ്മൾ സംസാരിച്ചിട്ട് അവർക്കും കൂടെ പറ്റുന്ന, അതായത് അവരിൽ നിന്ന് തന്നെ നമ്മളൊരു ഉത്തരം കണ്ടെത്തി കൊടുക്കുകയാണ്, സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കുകയാണ്. അതാണ് സൈക്കോളജിക്കൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഇതിന് കുറേ സമയമെടുക്കും. അല്ലാതെ ഇപ്പോൾ നമ്മളൊരു ഫ്രണ്ടുമായിട്ട് സംസാരിച്ച്, അല്ലെങ്കിൽ അമ്മ നമ്മളോട് സംസാരിച്ച് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ അങ്ങനെയൊന്നുമല്ല. ഇതിന് ചിലപ്പം 4-5 സെഷൻസ്, ചിലപ്പം ഓരോ സെഷനും 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ നീണ്ടു പോകുന്ന സെഷൻസൊക്കെ എടുത്തിട്ടാണ് ഈ സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ചെയ്യുന്നത്. അതായത് ഇൻസൈറ്റ് ഉള്ളവർക്ക് വേണ്ടിയിട്ട്. എന്താണ് ഇൻസൈറ്റ്? അതായത് എനിക്കറിയാം എനിക്കെന്തോ ഒരു പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ ഞാനൊരു വിഷയത്തെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചിന്തിച്ച് എനിക്കിപ്പോൾ ഉറക്കമില്ല, കുറേ ദിവസം ഉറങ്ങിയിട്ട് എൻ്റെ മുടിയൊക്കെ കൊഴിഞ്ഞു പോകുന്നു, എൻ്റെ കണ്ണിൻ്റെ ചുറ്റും ഡാർക്ക് സർക്കിൾസായി, എനിക്ക് ശരിക്കും ആഹാരം കഴിക്കാൻ പോലും പറ്റുന്നില്ല, എപ്പോഴും ഈ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ എനിക്കറിയാം ഇങ്ങനെ ഒരു പ്രശ്നം എനിക്കുണ്ടെന്ന്. അപ്പോൾ എനിക്കുള്ള ആ ഒരു അവെയർനെസ്, അതാണ് ഇൻസൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസൈറ്റുള്ള ക്ലയൻറ്റ്സ്, നമ്മൾ പേഷ്യൻസ് എന്നല്ല പറയുന്നത്, ക്ലയൻറ്റ്സിന് അല്ലെങ്കിൽ ആൾക്കാർക്ക് കൊടുക്കുന്ന കൗൺസിലിംഗ് ആണ് സൈക്കോളജിക്കൽ കൗൺസിലിംഗ്. അപ്പോൾ ഈ സൈക്കോളജിയും സൈക്കാട്രിയും തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്ന് പറയുമ്പം, ഇൻസൈറ്റ് ഇല്ലാത്തവർക്കുള്ളതാണ് സൈക്കാട്രി എന്ന് പറയുന്നത്. അതായത് ഫുള്ള് ബ്രെയിനിനെ ആ ഒരു ഫങ്ഷനെല്ലാം ഡാമേജ് ആയിട്ട് അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ, നമ്മൾ ശരിക്കും അവർക്കറിയില്ല അവരെന്താ അവരുടെ പേര് പോലും അറിയത്തില്ല, അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇൻസൈറ്റ് ഇല്ല. അപ്പം അത് സൈക്കാട്രി എന്ന് പറയും. നമ്മൾ ഇൻസൈറ്റുള്ള നോർമലി അവർക്കറിയാം എനിക്കിങ്ങനെയൊക്കെയുള്ളൊരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഫാമിലി ലൈഫിൽ ഈ തരത്തിലുള്ളൊരു പ്രശ്നം കൊണ്ട് എനിക്ക് മാനസികമായിട്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഓഫീസിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള അതായത് എനിക്കറിയാം, ഐ ആം അവെയർ ഓഫ് മൈസെൽഫ്. അതാണ് ഇൻസൈറ്റ്. അപ്പോൾ ഇൻസൈറ്റ് ഉള്ളവർക്ക് വേണ്ടി ചെയ്യുന്നതാണ് സൈക്കോളജിക്കൽ കൗൺസിലിംഗ്, അല്ലെങ്കിൽ നമ്മളിപ്പം പഠിക്കുന്ന കൗൺസിലിംഗ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് എന്ന് പറയുന്നത് അസസ്മെൻ്റ് ആണ്. അസസ്മെൻ്റ് എന്ന് പറയുന്നത് ശരിക്കും ഇവാലുവേഷനാണ്. ഇവാലുവേഷൻ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു എക്സാം എഴുതി, അപ്പം ആ എക്സാമിൻ്റെ പേപ്പർ അവർ ഇവാലുവേറ്റ് നോക്കത്തില്ലേ, മാർക്കൊക്കെ ഇടത്തില്ലേ, അതിനാണ് ഈ അസസ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ സൈക്കോളജിക്കൽ കൗൺസിലിങ്ങിന് എങ്ങനെയാണ് അസസ്മെൻ്റ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ആ ഒരു ക്ലയൻറ്റിനോട് സംസാരിച്ചിട്ട് അവരെങ്ങനെയാണ് ഈ ഒരു രീതിയിലെത്തിയത്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ്റെ കാരണം എന്താണ്, അവരുടെ ആ ഒരു ഫാമിലി ഹിസ്റ്ററി അല്ലെങ്കിൽ പേഴ്സണൽ ഹിസ്റ്ററി, അതെല്ലാം, അതായത് അവരെന്താണെന്ന് അവരിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കുന്നതാണ് അസസ്മെൻ്റ്. അസസ്മെൻറ്റിൽ ശരിക്കും ഇൻ്റർവ്യൂ വരും, പിന്നെ ചിലപ്പം നമ്മൾ അവരെ അറിയാതെ തന്നെ, അല്ലെങ്കിൽ അവരറിയാതെ തന്നെ നമ്മളവരെ ഒബ്സർവ് ചെയ്യാറുണ്ട്. അവരുടെ ഇരുത്തം, അവരുടെ നടത്തം, അവരുടെ സംസാര രീതി, അവരുടെ കൈയൊക്കെ എങ്ങനെ അവർ മൂവ് ആക്കുന്നത്, അല്ലെങ്കിൽ ഒരു കള്ളം പറയുകയാണോ, അതായത് കണ്ണിൻ്റെ ചലനങ്ങളൊക്കെ നോക്കിയിട്ട് അറിയാൻ പറ്റും, ജസ്റ്റേഴ്സൊക്കെ നോക്കിയിട്ട് അറിയാൻ പറ്റും. അതാണ് ഈ അസസ്മെൻ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ക്ലയൻറ്റിനെ നമ്മൾ കംപ്ലീറ്റായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നത്. കംപ്ലീറ്റ് ഇവാലുവേഷനാണ് ശരിക്കും എന്താണ് അസസ്മെൻ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്തൊരു വേറൊരു വാക്കും കൂടെ ഉണ്ട്, സൈക്കോളജിക്കൽ ടെസ്റ്റ്. സൈക്കോളജിക്കൽ ടെസ്റ്റും അസസ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുണ്ട്. സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത് അതൊരു വൺ ടൈപ്പ് ഓഫ് ടെസ്റ്റാണ്. എന്തിനു വേണ്ടിയിട്ട്, ചിലപ്പം ഡിപ്രഷൻ്റെ ആ ഒരു ലെവൽ അളക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ചിലപ്പോൾ ഇൻ്റലിജൻസ് ടെസ്റ്റ് എന്നൊക്കെ പറയത്തില്ലേ, അതേപോലെ ഒരു പർട്ടിക്കുലർ കാര്യം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു അസസ്മെൻറ്റ് ടെക്നിക്കാണ് സൈക്കോളജിക്കൽ ടെസ്റ്റ്. അപ്പം സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് അസസ്മെൻറ്റ്. അസസ്മെൻ്റ് എന്ന് വെച്ചാൽ എന്താ, ഫുള്ളി ഇവാലുവേഷനാണ്. അസസ്മെൻറ്റിൻ്റെ അകത്ത് വരുന്ന ഒരു കാര്യമാണ് സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പം ഗൈഡൻസ് പഠിച്ചു, കൗൺസിലിംഗ് പഠിച്ചു, അസസ്മെൻറ്റ് ആൻഡ് സൈക്കോളജിക്കൽ ടെസ്റ്റ് പഠിച്ചു. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻ്റർവെൻഷനാണ്. ഇൻ്റർവെൻഷൻ എന്ന് വെച്ചാൽ എന്താ പറയുന്നത്, നമ്മളൊരു എങ്ങനെയാണ് നമുക്ക് ഇവരെ ഈ കൗൺസിലിംഗ് കഴിഞ്ഞിട്ട് ഒരു സൊല്യൂഷൻ കൊടുക്കുന്നത്, നമ്മുടെ പ്ലാൻ എന്താണ് അവരുടെ അടുത്ത് പറയാണ്, നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം നിങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് സമയം നിങ്ങൾ സെൽഫ് കെയറിന് വേണ്ടി ഉപയോഗിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെഡിറ്റേഷൻ കുറച്ച് നേരം നിങ്ങൾക്ക് ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് നോക്കാം, അല്ലെങ്കിൽ ഇതൊക്കെ എക്സാമ്പിൾസ് ആട്ടോ. ശരിക്കും എല്ലാവരും ഈ രീതി ഉപയോഗിക്കണമെന്നില്ല, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻ്റർവെൻഷൻ ഉണ്ട്, നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറയുന്നതന്നെ ഉള്ളൂ. ഇൻ്റർവെൻഷൻ എന്ന് വെച്ചാൽ എങ്ങനെ, അതായത് ആ ഒരു സൊല്യൂഷൻ പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതാണ്. സൊല്യൂഷൻസ് പ്ലാൻ ചെയ്യുന്നതാണ് ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത്. പിന്നെ അല്ലെങ്കിൽ ചിലയിടത്ത് പറയും ഓക്കെ എക്സസൈസ് ചെയ്ത് തുടങ്ങാൻ പറയും, അല്ലെങ്കിൽ പിന്നെ മ്യൂസിക് തെറാപ്പി ഉണ്ട് ചിലർക്ക്. ഒക്കെ എന്താ പറയുന്നത്, കുറച്ച് മാനസികമായിട്ട് ഭയങ്കര കുറച്ച് തളർന്നിരിക്കുകയാണെങ്കിൽ പറയും ഓക്കെ മ്യൂസിക് കേൾക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാസ്സിന് പുതിയ എന്തെങ്കിലും സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ നോക്കുക. അതായത്
വെറുതെ ഇരിക്കുമ്പോഴാണല്ലോ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും സ്കിൽസ് ഡെവലപ്മെൻറ്റ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ് പ്ലാൻ ചെയ്യുന്നതിനാണ് എന്താ പറയുന്നത്, ഇൻ്റർവെൻഷൻസ് എന്ന് പറയുന്നത്. ഇത് ഞാൻ ജസ്റ്റ് ആ ഹെഡിങ് മനസ്സിലാക്കാൻ, നമ്മുടെ സബ്ജക്റ്റുമായിട്ടൊരു അവെയർ ആകാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ്. അതായത് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്, ഇതൊക്കെ എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറിപ്പോകുന്നു. എന്താണ് ഗൈഡൻസ്, എന്താണ് കൗൺസിലിംഗ്, അസസ്മെൻറ്റ് എന്താ, സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്താ, ഇൻ്റർവെൻഷൻസ് എന്താ, ഒന്നും അങ്ങോട്ട് ക്ലിയർ ആയില്ലായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഞാൻ നിങ്ങൾക്കായിട്ട് പങ്കുവെക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഞാൻ ഇതുപോലെയുള്ള വീഡിയോസ് ഇടുന്നതാണ്. താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണേ.